ഹേ മച്ചാൻ ഫയൽ നമ്മുടെ ഗെയിമിലേക്ക് ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആൽബം ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രോപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ആർമി ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആർമി ബേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്, എങ്ങനെ കിട്ടുന്നതെന്നും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിൽ കിട്ടുന്നത് പറയുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആർമി ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആർമി ബേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആർമി ബേസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി ആർമി ബേസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാവുന്നതാണ്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിൻ്റെ ഒഫീഷ്യൽ ഗെയിമിൻ്റെ അകത്തോട്ട് കയറേണ്ടതാണ്. അതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഒരു സ്ലോട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്യേണ്ടതാണ്. സ്ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആണെങ്കിൽ ഒരു നെയിം ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ആർമി ബേസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതാണ്. ഒരു ഫ്രീ ആയിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്, എന്നാലേ കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രീ ആയിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം അകത്തോട്ട് കയറുന്നുണ്ട് ഗെയിമിൻ്റെ തൊട്ട്. ഇനിയാണ് ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമുക്കൊന്ന് വീടിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ഫോൺ എടുത്തതിന് ശേഷമാണ് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കോപ്പി ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ട് ഫോൺ എടുത്തതിന് ശേഷം പേസ് ബട്ടൺ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. പേസ് ബട്ടൺ ഇൻ്റർനെറ്റിന് ഓപ്ഷൻ എടുക്കും, പേസ് ബട്ടൺ ഓപ്ഷൻ വരും. അപ്പം പേസ് ബട്ടൺ ഉടനെ ക്ലിക്ക് ചെയ്ത് അതിന് മുമ്പ് നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് ഒരു 10-15 സെക്കൻഡിന് ശേഷം മാത്രമേ പേസ് ബട്ടൺ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാവുള്ളൂ. എന്നാലേ കാര്യങ്ങളൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ. ചിലപ്പോൾ ആദ്യം വർക്കാവാതെ എറർ വന്ന് തന്നെ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിങ്ക് വർക്കാവാതിരിക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് നല്ല രീതിയിൽ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. എനിക്കിവിടെ വർക്കായിട്ടുണ്ട്. അപ്പോൾ എന്തൊരു വർക്കായപ്പോൾ തന്നെ ഞാൻ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഗെയിമിൻ്റെ തൊട്ട് മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ വീണ്ടും പുറത്തിറങ്ങിയിട്ട് നമുക്ക് നേരെ ആർമി ബേസിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ആർമി ബേസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റോൾസ് റോയ്സ് കാറും കാര്യങ്ങളൊക്കെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. റോൾസ് റോയ്സിലാണ് ഏത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കാർ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ നമ്മുടെ ആർമി ബേസിലോട്ട് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് കയറി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലാണ് ആദ്യം അറിയിക്കുന്നത്. അതിന് ശേഷമായിരിക്കും ഞാൻ നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്, വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അറിയണം, എന്താണ് അടുത്ത പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ വീഡിയോയിലേക്ക് വന്നാൽ മതി, ഈ ചാനലിലേക്ക്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം വെച്ചാൽ പറ്റും നമ്മളാണെങ്കിൽ നമ്മുടെ ആർമി ബേസിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആർമി ബേസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തതിന് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി ആർമി ബേസും കാര്യങ്ങളും ഫുള്ള് ചുറ്റി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഡ്രോണും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർമി ബേസും കാര്യങ്ങളൊക്കെ ചുറ്റി കാണാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ചെറിയൊരു ബേസും കാര്യങ്ങളാണ്, സ്മോൾ ബേസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്, ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു സ്മോൾ ബേസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ടാങ്കറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ മതിലും കാര്യങ്ങളൊക്കെ ഒരു വാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സൈഡിൽ ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ. അപ്പം എത്ര പേർക്ക് ഈ ഒരു മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് അവിടെ കമൻറ്റ് തന്നെയാണ്. നമ്മളെ ഡെവലപ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞ മിലിറ്ററി ബേസും കാര്യങ്ങളും അല്ല, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ആഡ് ചെയ്ത ഒരു മിലിറ്ററി ബേസും കാര്യങ്ങളാണ്. അപ്പം ആ ഒരു ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു ലിങ്കും കാര്യങ്ങളും തന്നത്. അപ്പോൾ ആ ലിങ്കും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ലിങ്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വലിയ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് ഡെവലപ്പറിനോട് സംസാരിച്ചിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായാലും നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളും ചെയ്യാതിരിക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരും ഈ ഒരു പുതിയ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെയാണ്. അപ്പം എന്തായാലും അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്കും എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ട് അവരോട് കൂടെ പറഞ്ഞാൽ മതി, ഇന്നതുപോലെ പറഞ്ഞാൽ മതി, അവൻ ശരിയാക്കി തരുമെന്ന് നിങ്ങൾ പറഞ്ഞേ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കിട്ടുന്നവർ കമൻറ്റ് ചെയ്യുക, കിട്ടാത്തവരൊന്ന് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ മോഡും കാര്യങ്ങളും ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ പ്ലഗിൻ ആപ്പിനകത്തുള്ള അപ്ഡേറ്റിനകത്തായിരിക്കും നമ്മുടെ പുതിയ
പുതിയ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. നമ്മുടെ പുതിയ സിറ്റി വന്ന രീതിയായിരിക്കും നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏലിയൻ മോഡ് എന്ന് പറയുമ്പോൾ വേറൊരു ഡിമെൻഷനിലായിരിക്കും വരുന്നത്. അതിപ്പോൾ ഡിമെൻഷൻ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഒരു പോർട്ടൽ പോലെ ആയിരിക്കും. ഒരു പോർട്ടലിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു ഏലിയൻ മോഡിൻ്റെ ഒരു സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മൂണിൻ്റെ അകത്തോട്ട് പോയി അവിടുത്തെ ഏലിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സിറ്റിക്കകത്ത് തന്നെ ഒരു പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ പോർട്ടലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്ത് നമുക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിച്ചവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവുന്നതായിരിക്കും ഈ പോർട്ടലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ ഒരു വലിയൊരു സാധനമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് പറയാൻ അത്ര കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു സാധനം കിട്ടും. അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡിമെൻസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ആ ഡിമെൻസിൽ നമ്മുടെ ഏലിയൻസ് മാത്രമേ കാണത്തുള്ളായിരിക്കും. വേറൊരു ഹ്യൂമൻസോ NPCസോ ഒന്നും കാണത്തില്ല. അപ്പം എത്ര പേർക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ അതുകൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം, അവിടെയാണെങ്കിൽ കുറച്ച് ഏലിയൻസും കാര്യങ്ങളൊക്കെ വരും, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത്. സ്പേസിലാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പം എത്ര പേർക്ക് ഒരു സ്പേസും അതുപോലെ തന്നെ ഏലിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ തന്നെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ രീതിയിലായിട്ട് ഡെവലപ്പറിനോട് സംസാരിച്ചത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മോഡും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വരുന്നതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എത്ര പേർക്ക് ഈ ഒരു ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതനുസരിച്ചിട്ട് നമുക്കത് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പറിനോട് അതുകൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഡെവലപ്പറിന് അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതുകൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സോംബി മോഡും കാര്യങ്ങളൊക്കെ വരുമ്പം സോംബീസ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ സോംബീസ് വരും. അതുപോലെ തന്നെ വീണ്ടും കോൾ ചെയ്യുമ്പോൾ സോംബീസ് ഡിവാക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ അവിടെ ആരെങ്കിലും ഫയർ ചെയ്യുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഏലിയൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ ചുമ്മാ പോയി വീഡിയോ വയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുവരാനാണ് എനിക്കിഷ്ടം. ഞാൻ ആ ഡെവലപ്പറോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പർ പറഞ്ഞ് നമ്മുടെ കൂടെ നോക്കരുതല്ലോ, ബാക്കിയുള്ളവരുടെ കൂടെ നോക്കണമെന്ന് ഡെവലപ്പർ സംസാരിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൂടെ ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെയും കൂടെ അഭിപ്രായം കൂടെ ഒന്ന് പറയേണ്ടതാണ്. അപ്പം നിങ്ങൾക്കും കൂടെ എങ്ങനെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ അറിഞ്ഞതിന് ശേഷം ഡെവലപ്പർ അത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ പ്രോപ്സും കാര്യങ്ങളും ഇനി വരാനുണ്ട്. ഇനി വരുന്ന ഫീച്ചേഴ്സിനകത്ത് പുതിയ പ്രോപ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ കുറേ ആഡ് ചെയ്യാനുള്ള കുറേ പ്രോപ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പം മേ ബി നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ഗാലറിക്കകത്തുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് വെച്ച് ലിങ്ക് ഇട്ട് ഇങ്ങനെ പ്രോപ്സായിട്ട് ആഡ് ചെയ്യാൻ വലിയൊരു ചെറിയൊരു ഫീച്ചറും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഡെവലപ്പർ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര പേർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഫീച്ചറും കാര്യമാണെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതുപോലത്തെ ഒരു ഫീച്ചറും കാര്യമാണ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡെവലപ്പറുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളോട് അതൊന്ന് ശ്രമിക്കേണ്ടതാണ്. നിങ്ങളോട് മാക്സിമം കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഡെവലപ്പറോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രോപ്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ AD1, AD2, AD3, AD4 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ AD1ൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് ആഡ് ചെയ്തിട്ട് URL ആഡ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഫോട്ടോ കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോ കാര്യങ്ങൾ രീതി വെച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടെ ചെയ്യേണ്ടതാണ്. നിങ്ങളോട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉടനെ തന്നെ ഈ വരുന്ന പുതിയ അപ്ഡേറ്റിനകത്തോട്ട് നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വേറെ വല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും അപ്ഡേറ്റ്സ് അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വല്ലതും ഐഡിയ ഉണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസ് അല്ലെങ്കിൽ വരുന്ന വീഡിയോസ് നമ്മൾ അതിനെപ്പറ്റി അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളത് മസ്റ്റായിട്ട് ഇപ്പോൾ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ കാര്യങ്ങളും കൂടെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയൊരു ചാനലും കാര്യങ്ങളാണ്. പഴയ ചാനലിലത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ ചാനലും കാര്യമാണ് തുടങ്ങിയത്. അപ്പോൾ പുതിയ ചാനൽ നിങ്ങൾ പഴയ ചാനലിൽ തന്ന സപ്പോർട്ട് അത്രയും നിങ്ങൾ പുതിയ ചാനലും കൂടെ തരാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ
ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇതുവരെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പുതിയ മിലിറ്ററി ബേസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി കിട്ടുന്നതായിരിക്കും. ആ വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ചാനലും കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. കമൻറ്റ് ചെയ്ത് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് വേണോ അതോ അതിൻ്റെ കുറച്ചുകൂടെ ഫീച്ചേഴ്സും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് വരുന്ന അപ്ഡേറ്റിലേക്ക് മതിയോ എന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡെവലപ്പറോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മാക്സിമം കമൻറ്റ് ചെയ്യുന്നവർക്കനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരെ സീ യു ദെൻ ബൈ.